പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ദിവ്യകാരുണ്യശോയെ, അങ്ങയുടെ കരുണയുടെ മഹാതിരുനാളിൽ അങ്ങയുടെ മക്കളായി ഞങ്ങൾ എല്ലാവരെയും അങ്ങയുടെ നിലയില്ലാത്ത കരുണക്കടലിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങളോർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് എല്ലാ പാപങ്ങളെയും പാപ സാഹചര്യങ്ങളെയും വിട്ടുപേക്ഷിച്ചുകൊണ്ട് ഇത് അങ്ങയുടെ മക്കള് അങ്ങയുടെ ഈ കരുണയുടെ തിരുനാളിലേക്ക് ഓടി അണയുന്നു. കർത്താവെ, അങ്ങയുടെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്നേ ദിനത്തില് അങ്ങയുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കണമേ. ഈ 9 ദിവസം നൊവേനയെ പങ്കെടുത്ത് ഇന്ന് കരുണയുടെ ഈ മഹാതിരുനാളിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധ കുർബാനയെ പങ്കെടുത്ത് അങ്ങയെ സ്വന്തമാക്കുന്ന എല്ലാ മക്കളുടെ മേലും കൃപാ വർഷം അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും ദൈവകരുണയുടെ തിരുനാളിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. ദിവ്യകാരുണ്യീശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യീശോയുടെ തിരുശരീരത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ കരുണ ചൊരിയപ്പെട്ടുകൊണ്ട് നമ്മളിലേക്ക് ചൊരിയുന്ന ആ തിരുവോസ്തിരൂപനായ തിരുശരീരത്തിലൂടെ തിരുരക്തത്തിലൂടെ നമ്മുടെ കൂടെ വസിക്കുന്ന കർത്താവിനെ നോക്കിയിട്ട് നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ, നിങ്ങളുടെ വലിയ കരുണ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക് അങ്ങ് പ്രവഹിപ്പിക്കണമേ. തിരുരക്തം കൊണ്ടും തിരുജലം കൊണ്ടും ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ച് അങ്ങയുടെ ആശീർവാദത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ ഈശോയുടെ ആശീർവാദം ദിവ്യകാരുണ്യീശോയെ അങ്ങയുടെ മക്കൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തവും തിരുജലവും ചുവപ്പും തവിട്ടും കളറുള്ള ആ കിരണങ്ങൾ ഈ മക്കളുടെ മേൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളിലേക്കും കർത്താവെ ഉയർത്തി ആശീർവദിച്ചു നിൽക്കുന്ന അങ്ങയുടെ കരത്തിന്റെ ആശീർവാദ ശക്തി ഈ കരുണയുടെ തിരുനാളിൽ അങ്ങയുടെ മക്കളുടെ മേൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചങ്ക് കുത്തി തുറന്ന് അങ്ങയുടെ ഇടത്തുകരം ആ ഹൃദയത്തോടെ ചേർത്ത് പിടിച്ച് അങ്ങയുടെ മക്കളെ ആർദ്ര സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് ആശീർവദിക്കുന്ന ആ വലിയ കരുണയുടെ ആശീർവാദം ഇന്ന് ദിനം എല്ലാ മക്കളുടെ മേലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് രാവിലെ 10 മണിക്ക് വിശുദ്ധ കുർബാന ലൈവായിട്ടുണ്ടാകും. കാർമൽ ധ്യാന കേന്ദ്രത്തില് സാധിക്കുന്ന മക്കളൊക്കെ കടന്നു വരിക. സാധിക്കാത്ത മക്കള് ലൈവായിട്ട് പങ്കെടുക്കുക. വിശുദ്ധ കുർബാന മുടങ്ങരുത്. എല്ലാവരും വിശുദ്ധ കുർബാനയ്ക്ക് പോകണം. ഇന്ന് വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിക്കണം. ഈശോ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കണം. അതിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രതി ശ്രദ്ധിക്കുക. പരിശുദ്ധാമ്മ നമ്മുടെ കൂടെയുണ്ട്. യോസേപ്പിതാവ് സകല വിശുദ്ധരും മാലാഖമാരും സ്വർഗം മുഴുവനും സന്തോഷിക്കുന്ന ദിവസമാണ്. കാരണം നമ്മൾ ഇത്രയും മക്കള് ഒരുമിച്ച് കൂടി നമുക്കറിയാം, ഈ ദിവസങ്ങളൊക്കെ 20,000-ലേറെ, ഏറ്റവും ചുരുങ്ങിയത് 20,000 പേര്, അത് 45,000 പേര് വരെ നൊവേനയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും പേര് ഒരുമിച്ച് കാർമൽ മീഡിയയിലൂടെ നമ്മുടെ കൂട്ടായ്മയിൽ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് കാർമൽ ധ്യാന കേന്ദ്രത്തില് ഈ കൂട്ടായ്മയെല്ലാം സമർപ്പിച്ചും ഇവിടെ വന്നും അനേക മക്കൾ നൊവേനയിൽ പങ്കെടുത്തു. അതിന്റെ വലിയ കൃപയും കരുണയും അതിന്റെ വലിയ സംരക്ഷണവും വാഗ്ദാനങ്ങളും ശക്തിയും നമുക്ക് നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച മക്കളെ കരുണയുടെ ഒരു കൂടാരമാക്കി കർത്താവ് ഉയർത്തി അതിനെ ഓർത്ത് കർത്താവിന്റെ കൃപയുടെ ഒരു ഉറവയാക്കി, കൃപയുടെ വിതരണ കേന്ദ്രമാക്കി ഈ കാർമൽ ധ്യാന കേന്ദ്രത്തെ അഭിഷേകം ചെയ്യണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. മക്കളെ, ഈ ആലയത്തിൽ ധ്യാനിക്കാൻ വരുന്ന മക്കള്, അനുദിന നിത്യാരാധനയിൽ വരുന്ന മക്കള്, അവിടെ 2 ശനി കൺവെൻഷൻ വരുന്ന മക്കള്,
വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഈ ആലയത്തിൽ കർത്താവേ അങ്ങയുടെ കൃപയുടെ ഒരു കുത്തൊഴുക്ക്, ഒരു അഭിഷേകത്തിന്റെ സാന്നിധ്യം അനേക മക്കൾക്ക് അനുഭവിക്കാനിടയാകട്ടെ. മാനസാന്തരപ്പെട്ട് കർത്താവെ സൗഖ്യം പ്രാപിച്ച് ശുദ്ധീകരിക്കപ്പെട്ട് ശക്തി പ്രാപിച്ച് കാർമൽ ധ്യാന കേന്ദ്രം അനേക മക്കൾക്ക് ഇടയാകട്ടെ. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ മീഡിയയിലൂടെ പലവിധ മേഖലകളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് വലിയ ശക്തി അനേക മക്കളെ അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാളെ മുതല് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന നമ്മൾ പുനരാരംഭിക്കുകയാണ്. ദിവസങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ മക്കൾ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നാളെ അച്ഛനൊരു വിഷയം പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കൂട്ടുകെട്ടില്ലാത്തവർ ഭാഗ്യവാന്മാർ. ഇതൊരു ഭയങ്കര ഒരു മേഖലയാണ്. നാളെ അതിനെ കുറിച്ചൊക്കെ പ്രത്യേകം കുറെ സന്ദേശങ്ങൾ കണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ഒരു വിഷയം നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി നിങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. അത് ഒരു വലിയൊരു മേഖല. അതിനെ കുറിച്ച് നാളെ അച്ഛൻ പറയും. ഇവിടെ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി. കൂട്ടുകൂടി നശിച്ചു പോകുന്ന അനേക മക്കള് വേറൊരു തലത്തിലേക്ക് വന്ന് ഈ ദൈവകരുണയില് ആശ്വാസവും സന്തോഷവും കണ്ടെത്തി കൃപയിൽ ജീവിക്കുന്ന, ഈശോബന്ധത്തിൽ ജീവിക്കുന്ന വലിയൊരു അഭിഷേകം നമ്മുടെ മക്കള് സ്വന്തമാക്കണം. നമ്മൾ വീണ്ടും അതിനൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. പിന്നീട് ഈ ദിവസങ്ങളിൽ തന്നെ ഒരു ഡെലിവറൻസിന്റെ ശക്തമായ ഒരു ശുശ്രൂഷ നമ്മൾ ആരംഭിക്കുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. നമ്മുടെ ശുശ്രൂഷയിൽ അതിനെ കുറിച്ച് അച്ഛൻ ദിവസങ്ങളിൽ പറഞ്ഞോളാം. അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. മക്കളെ, ഈ യുദ്ധത്തില് ഒത്തിരി തടസ്സങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങൾ, എന്താ പറയാ, ഈ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ചില ശുശ്രൂഷകര് അതുമായിട്ട് ബന്ധപ്പെട്ട് ചില സംഭവങ്ങള്, ചില അവസ്ഥകള്, ഒത്തിരി പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്നു. നമുക്കറിയാം, ഈ ദിവസങ്ങളൊക്കെ നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് വിശുദ്ധ കുർബാന കഴിഞ്ഞ് 8 മണിയോട് അവസാനിച്ച് അതിനുശേഷം ഒരു രാത്രി 12 മണി വരെ ദിവ്യകാരുണ്യ ഈശോ എഴുന്നള്ളിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോയി, പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകാൻ ദൈവം ഇടയാക്കി. അതുകൊണ്ട് ഇതൊക്കെ വലിയ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പിശാചിന് ഇഷ്ടപ്പെടില്ല. അവൻ ചില വ്യക്തികളിലൂടെ, ചില സംഭവങ്ങളിലൂടെ, നമ്മുടെ തന്നെ ചില ബലഹീനതകളിലൂടെ നമ്മൾ താഴ്ത്താൻ ശ്രമിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ തോൽക്കാൻ പാടില്ല, നമ്മൾ താഴാൻ പാടില്ല, നമ്മൾ മുന്നോട്ട് പോകണം. അതിനുവേണ്ട എല്ലാ കൃപയും അനുഗ്രഹവും ഈ കരുണയുടെ തിരുനാൾ ദിനത്തില് കർത്താവ് നമുക്ക് തരട്ടെ. സ്ഥിരോത്സാഹത്തോടെ എപ്പോഴും എല്ലാ സമയവും കർത്താവിന്റെ കരുണയെ സ്വന്തമാക്കി ആ കരുണയിൽ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, ആ കരുണയിൽ ആശ്രയിച്ച് കരുണയെ വാഴ്ത്തി മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ. അതുകൊണ്ട് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണേ, കാരണം ധ്യാന കേന്ദ്രത്തിന് പ്രാർത്ഥിക്കണേ, ഇവിടെയുള്ള ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പുതിയ അഭിഷേകത്തോടെ മുന്നോട്ട് പോകാൻ കൃപ, സ്വർഗത്തിൽ നിന്ന് സഹായം കർത്താവ് തരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നൊവേനയെ പങ്കെടുത്ത് തിരുനാളില് പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് ഈ കരുണയുടെ നൊവേനയിൽ പങ്കെടുത്ത മക്കൾക്ക് കർത്താവ് സമർത്ഥമായ അനുഗ്രഹം തന്നിട്ടുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും കരുണയുടെ ഈശോ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യാനീശോയെ, ഈ കരുണയുടെ ദിനത്തില് അങ്ങയുടെ മക്കളുടെ മേൽ അങ്ങയുടെ നിലില്ലാത്ത കരുണക്കടലിന്റെ ആഴം അനുഭവിച്ചറിയാൻ ഈ മക്കൾക്കിടയാകട്ടെ. അത്ഭുതങ്ങള്, രോഗശാന്തികള്, മാനസാന്തരങ്ങള്, വലിയ വിടുതല്, വലിയ സ്വാതന്ത്ര്യം, കർത്താവെ, സമാധാനത്തിന്റെ അന്തരീക്ഷം ഈ മക്കളുടെ ജീവിതത്തില്, കുടുംബത്തില്, എല്ലാ തലങ്ങളിലും, പഠനത്തില്, ജോലിയില്, കുടുംബജീവിതത്തില്, പൗരോഹിത്യത്തില്, സന്യാസ ജീവിതത്തില്, സാമ്പത്തിക മേഖലയില്, ജോലി മേഖലകളില് എല്ലാം നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ. അങ്ങയുടെ മക്കൾക്ക് വേണ്ട എല്ലാ കൃപാദാനങ്ങളും നൽകുമെന്ന വാഗ്ദാനം സ്വന്തമാക്കാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.